ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ പോയി കൂടിക്കും. ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ പേയ്മെന്റ് പ്ലാൻ ആണ്. ഒരു 1 million പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നതെങ്കിൽ അവിടുത്തെ ആവറേജ് റെന്റൽ ഇൻകം എന്ന് പറയുന്നത് 70 to 80K ആണ്. അതായത് മന്ത്ലി ഒരു ആവറേജ് 6500 ദിർഹംസ് വരും. അതിന്റെ എക്സ്പെക്ടഡ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് 30% ആണ്, അതായത് 3 ലക്ഷം ദിർഹംസ്. ഇനി പേയ്മെന്റ് പ്ലാൻ എങ്ങനെ വരുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 പേയ്മെന്റ് പ്ലാനിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 70-30 പേയ്മെന്റ് പ്ലാനിൽ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ സമയത്ത് 7 ലക്ഷം ദിർഹംസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ 40-60 പേയ്മെന്റ് പ്ലാൻ 4 ലക്ഷം ദിർഹംസ് ആയിരിക്കും ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ സമയത്ത് കൊടുക്കേണ്ടത്. 20-80 പേയ്മെന്റ് പ്ലാൻ ആണെങ്കിൽ 2 ലക്ഷം ദിർഹംസ് ആയിരിക്കും ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ സമയത്ത് കൊടുക്കേണ്ടത്. ഇതിലൊക്കെ ഓൺ ഹാൻഡ് ഓവർ സമയത്ത് ഇവിടെ 3 ലക്ഷം ദിർഹംസും ഇവിടെ 6 ലക്ഷം ദിർഹംസും ഇവിടെയാണെങ്കിൽ 8 ലക്ഷം ദിർഹംസ് ആണ് കൊടുക്കേണ്ടി വരിക. ഇനി ഓൺ ഹാൻഡ് ഓവർ മോർഗേജ് ചെയ്യുകയാണെങ്കിൽ 2300 ദിർഹംസ് ആയിരിക്കും EMI ആയി വരുന്നത്. ഇവിടെയാണെങ്കിൽ 4200 ദിർഹംസും ഇവിടെയാണെങ്കിൽ 5300 ദിർഹംസ് ആയിരിക്കും വരുന്നത്. നേരത്തെ പറഞ്ഞ 6500 ദിർഹംസ് മന്ത്ലി ഇൻകമിൽ നിന്ന് മന്ത്ലി EMI 2300 ദിർഹംസ് ഈ പേയ്മെന്റ് പ്ലാനിൽ കുറയ്ക്കുകയാണെങ്കിൽ 4200 ദിർഹംസ് നമ്മുടെ പോക്കറ്റിലിരിക്കും. ഇവിടെയാണെങ്കിൽ 2300 ദിർഹംസും ഇവിടെയാണെങ്കിൽ 1200 ദിർഹംസാണ് നമ്മുടെ പോക്കറ്റിലേക്ക് കിട്ടാൻ പോകുന്നത്. അപ്രിസിയേഷൻ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ ഇവിടെ 42%, ഇവിടെ 75%, ഇവിടെ 150% കിട്ടാൻ പോകുന്നത്. റെന്റൽ റിട്ടേൺസ് ആണ് നോക്കുന്നെങ്കിൽ ഈ ഓപ്ഷൻ ആയിരിക്കും നന്നാവുക. ഇനി അതല്ല ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണെങ്കിൽ ഈ ഓപ്ഷനും, ഇനി അതല്ല രണ്ടും കൂടിയാണ് വേണ്ടതെങ്കിൽ ഈ ഓപ്ഷൻ ആയിരിക്കും ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ചോയ്സ് നിങ്ങളുടേതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം.